പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈനയുടെ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മ്യൂണിസ്റ്റ് ചൈന ലോകത്ത് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, എന്നാൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് പഠിക്കുമ്പോഴൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ചൈനയുടെ ഭരണഘടന, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചൈനയുടെ ഭരണഘടന ഏത് രീതിയിലാണ് നിലവിൽ വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ, മുൻപ് കാലഘട്ടത്തിൽ ചൈനയിൽ രാജഭരണമാണ് ഉണ്ടായിരുന്നത്. അതായത് കൂടുതൽ ചൂഷണം ചെയ്യുന്ന, കൂടുതൽ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടേറിയ ഭരണ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 1949 ചൈനീസ് റവല്യൂഷൻ, മാവോ സേതുങ്ങിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള റവല്യൂഷന് ശേഷമാണ് ഇന്ന് കാണുന്ന രീതിയിൽ ചൈന എന്നുള്ള സംവിധാനം എന്ത് ചെയ്തത്, രൂപപ്പെട്ടത്. ഇപ്പോൾ PRC, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നുള്ള പേരിലാണ് ചൈന അറിയപ്പെടുന്നത്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നുള്ള പേരിലാണ്. പിന്നെ ചൈനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരൊറ്റ പാർട്ടി മാത്രം ഭരണം നടത്തുന്ന സിസ്റ്റമാണ് ചൈനയിലേത്, അല്ലെ? വൺ പാർട്ടി സിസ്റ്റമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പറയും. അപ്പം ഈ രീതിയിൽ ഒരൊറ്റ പാർട്ടിയുള്ള ഭരണ സംവിധാനം, പിന്നെ രാജ്യത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് പാർട്ടിയെ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ മറ്റൊരുപാട് വ്യവസ്ഥിതികളിൽ മറ്റ് ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വ്യത്യാസങ്ങളുള്ള ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ചൈനയുടെ ഭരണഘടന ഏത് രീതിയിലാണെന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഒന്നാമത്തെ പ്രത്യേകത ഏറ്റവും പറയുന്നത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. തീർത്തും കർക്കശമായിട്ടുള്ളൊരു ഭരണഘടന എന്ന ആശയമാണ് ചൈന ഫോളോ ചെയ്യുന്നത്. അപ്പോൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, കർക്കശമായ ഭരണഘടനയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ചൈന പാർലമെൻ്റ് ആയിട്ടുള്ള നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്, ചൈനൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാണ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭേദഗതികൾ കൊണ്ടുവരണമെങ്കിൽ തന്നെ അതിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണെന്നുള്ളതാണ്. 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ചൈനീസ് ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരാൻ തന്നെ പറ്റുകയുള്ളൂ. അതായത് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുന്നതിന് തന്നെ 2/3 ഭൂരിപക്ഷം വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ചൈന ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത യൂണിറ്ററി സ്റ്റേറ്റ് ആണ്. യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ മറ്റ് ഭരണഘടനകളൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് ഫെഡറൽ സ്റ്റേറ്റ് ആണ്. ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് 2 രീതിയിലാണ് ഈ സിസ്റ്റം നിലനിൽക്കുന്നത്. ഒന്ന്, ഒരൊറ്റ ഭരണ സംവിധാനം മാത്രമേ ഉള്ളൂ എങ്കിൽ രാജ്യത്തിൻ്റെ ഭരണത്തിൽ അതിനെ നമ്മൾ യൂണിറ്ററി സിസ്റ്റം എന്ന് വിളിക്കും. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വേറെ, സെൻട്രൽ ഗവൺമെൻറ് വേറെ, അങ്ങനെ 2-3 സിസ്റ്റം ഭരണ സംവിധാനത്തിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളെ നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് വിളിക്കും. അപ്പോൾ ചൈന യൂണിറ്ററി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഒരു വലിയ രാജ്യമാണെങ്കിലും അവർ ഫോളോ ചെയ്യുന്നത് യൂണിറ്ററി സിസ്റ്റമാണ്. രാജ്യത്തിന് പ്രത്യേകം ഫെഡറൽ സംവിധാനമാക്കിയിട്ട് വിഭജിച്ചിട്ടില്ല. അങ്ങനെ ഓരോ സ്റ്റേറ്റുകളായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ചൈനയെ വിഭജിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ, അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. പ്രാദേശിക ഗവൺമെൻറ് എന്നുള്ളൊരാശയം ചൈനയിൽ നിലനിൽക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പറയുന്നത് യൂണികാമറൽ സിസ്റ്റം. നേരത്തെ നമ്മൾ ഭരണഘടനകൾ ഡിസ്കസ് ചെയ്തപ്പോൾ ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നു. ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ 2 സഭകളുള്ള സിസ്റ്റമാണ്, അല്ലെ? നമ്മൾ ലോകസഭ, രാജ്യസഭ പോലെ. എന്നാൽ ചൈനീസ് ഭരണഘടനയുടെ പ്രത്യേകത ഏറ്റു പറയുന്നത് അവിടെ ഒരൊറ്റ ഭരണ സംവിധാനവും ഒരൊറ്റ നിയമനിർമ്മാണ സംവിധാനമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. അപ്പോൾ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് എന്ന രീതിയിൽ ഒരൊറ്റ ഭരണ സംവിധാനം മാത്രം നിലനിൽക്കുന്ന രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ നമുക്കതിനെ യൂണികാമറൽ സിസ്റ്റം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, രേഖപ്പെടുത്താം. യൂണികാമറൽ സിസ്റ്റം, നിയമനിർമ്മാണ സംവിധാനങ്ങൾക്ക് ഒരൊറ്റ സഭ മാത്രമേ ചൈനയിൽ നിലനിൽക്കുന്നുള്ളൂ. ആ സഭയുടേതാണ് പൂർണ്ണമായും മറ്റ് തീരുമാനങ്ങളെല്ലാം ചൈനയുടെ പ്രധാനപ്പെട്ട ഡിസിഷനായിട്ട് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചൈനീസ് ഭരണഘടനയുടെ പ്രത്യേകതയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലൊക്കെ പറയുന്നത് പോലെ വ്യത്യസ്തങ്ങളായ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ചൈനീസ് ഭരണഘടനയും എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും ചൈനയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 33 മുതൽ 56 വരെ 2ാമത്തെ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ, ഒന്ന് വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം. 18 കഴിഞ്ഞ വ്യക്തികൾക്ക് വോട്ടെടുപ്പിൽ പങ്കാളികളാകുന്നതിനുള്ള അവസരം വേണം. പിന്നീട് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ വിശ്രമ വേളകൾ ലഭ്യമാകുന്നതിനുള്ള
അവകാശങ്ങൾ, വാർദ്ധക്യ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം ലഭ്യമാവുക എന്ന രീതിയിലുള്ള അവകാശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിൽ ഭരണഘടനാപരമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വിവാഹത്തിന്, കുടുംബജീവിതം നയിക്കുന്നതിന് കൃത്യമായ അവകാശങ്ങൾ ചൈനയുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഇഷ്ടമുള്ള വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഭരണഘടനാ സംവിധാനങ്ങളെയും അനുസരിച്ച് മാത്രമേ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചൈനയിൽ പൗരനായിട്ട് തുടരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യത്ത് പിന്നെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ കൊണ്ടുവരണമെന്നും ചൈനയുടെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാപരമായിട്ടുള്ള ആശയമാണ്. മറ്റൊന്നാണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം. സംഗതി ഒരൊറ്റ പൊളിറ്റിക്കൽ പാർട്ടി മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഒരു ആശയമായിട്ട് പറയുന്നുണ്ടെങ്കിലും ചൈനയുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലുള്ള കേന്ദ്രീകരണം എന്ന ആശയത്തെയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന ഭരണഘടനയിൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ രാജ്യത്ത് ഒറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒറ്റ പാർട്ടി മാത്രമാകുമ്പോൾ ആ പാർട്ടിയിലേക്കുള്ള എല്ലാ വ്യക്തികളെയും തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണെന്നുള്ളതാണ് അവരുടെ ആശയമായിട്ട് അവർ പറയുന്നത്. ആ പാർട്ടിയിലെ പ്രതിനിധികളൊക്കെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണെന്നുള്ള രീതിയിലാണ് ചൈനീസ് ഭരണഘടന ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ. ചൈനീസ് ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകതയാണ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ കീഴിൽ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ കമ്മീഷന് വൈസ് ചെയർപേഴ്സണ് അല്ലെങ്കിൽ ചൈനയുടെ ഭരണാധികാരിക്ക് കീഴിലാണ് നിലവിൽ വരുന്നത്, സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ എന്നുള്ള പേരിൽ. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ചെയർമാൻ്റെയും വൈസ് ചെയർമാൻ്റെയും കീഴിലാണ് നടക്കുക. അപ്പോൾ സെൻട്രൽ മിലിറ്ററി കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉണ്ടായിരിക്കും. രാജ്യത്തിൻ്റെ സൈനിക സംവിധാനങ്ങളെ കൃത്യമായി നിലനിർത്തുകയും രാജ്യത്തിന് ആവശ്യമാകുന്ന അവസരത്തിൽ അവരുടെ ഫങ്ഷൻസ് നിർവഹിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് പറയുന്നത്. മറ്റൊന്നാണ് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളത്. ചൈന മുതലാളിത്ത രാജ്യം എന്നതിൽ നിന്ന് മാറിയിട്ട് ഒരു സോഷ്യലിസ്റ്റ് ആശയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ സാധാരണ വ്യക്തികൾ, കർഷകർ, തൊഴിലാളികൾ അവർക്കൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ചൈന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, അവകാശങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ സമൂഹത്തിലെ ഉള്ളവനെയും ഇല്ലാത്തവനെയൊക്കെ ഒരേപോലെ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഉയർന്നു വരാനുള്ള അവസരം തൊഴിലാളികൾക്കും മറ്റൊക്കെ നൽകുന്ന ഒരു സംവിധാനമാണ് ചൈന ഫോളോ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ചൈനീസ് ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സിമ്പിളായിട്ട് പഠിക്കാം. ചൈന ഒരൊറ്റ പാർട്ടി മാത്രം നിലനിൽക്കുന്ന, ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.